SSC CGL 2024 ഈ വർഷം തന്നെ SSCയുടെ CGL എക്സാം ക്ലിയർ ചെയ്ത് ഒരു ജോലി നേടണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തു, ഇനി ഈ വർഷം വരുന്ന പരീക്ഷ എഴുതി ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ആർക്കും ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം. ഇപ്പോൾ ടാർഗറ്റ് SSC CGL 2024 ഈ വർഷം SSCയുടെ CGL എക്സാം വരാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം SSCയുടെ ഏറ്റവും പ്രീമിയം എക്സാം എന്ന് കരുതുന്ന പരീക്ഷയാണ് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനും എക്സാം എഴുതാനും പറ്റും. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മിനി സിവിൽ സർവീസസ് പോസ്റ്റുകൾ എന്ന് പോലും അറിയപ്പെടുന്ന പല പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് SSC CGL എക്സാം. അപ്പോൾ ഈ ഒരു എക്സാമിനെ പറ്റിയുള്ള കംപ്ലീറ്റ് അവയർനെസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ ഏറ്റവും പുതുതായിട്ട് ഇതിനെപ്പറ്റി പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയണം, എന്ന് മുതൽ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സുകൾ, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഇതെല്ലാം ഒരു ഫ്രഷറെ സംബന്ധിച്ച് അറിയേണ്ടതാണ്. അതേസമയം കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇതിൽ തന്നെ കുറേ ബേസിക് ടോപ്പിക്കുകളൊക്കെ പഠിച്ച് ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ സെൽഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പെയ്ഡ് കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഈ വർഷത്തെ CGL ക്ലിയർ ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് ഈ വർഷം അഡോപ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തേക്കും. ഒരു ഫ്രഷർ ആണെങ്കിലും, ഒരു പക്ഷേ നിങ്ങൾ ഈ വർഷത്തെ CGL എക്സാം ക്ലിയർ ചെയ്യുന്നവരാണെങ്കിലും. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി തുടങ്ങാണ് SSC CGL 2024 പരീക്ഷയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും, ഒരു ബിഗിനർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഡേറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്ന് മുതലാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ. ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റിന്റെ കാര്യമാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് മാറ്റാം. അപ്പോൾ SSC CGL എന്ന് പറയുന്ന പരീക്ഷയെ പറ്റി ഒരു വാക്ക് പറഞ്ഞോട്ടെ. SSCയുടെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്ന SSC CGL. ഏറ്റവും പ്രീമിയം പോസ്റ്റിലേക്ക്, അതായത് ഇൻകം ടാക്സ് ഓഫീസർ, അതുപോലെ തന്നെ കസ്റ്റംസ് ഇൻസ്പെക്ടർ, കസ്റ്റംസ് ഓഫീസർ, പ്രിവെന്റീവ് ഓഫീസർ, GST ഇൻസ്പെക്ടർ തുടങ്ങിയ ഏറ്റവും ബെസ്റ്റ്, എല്ലാവരും ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന പോസ്റ്റുകളിലേക്കാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ആദ്യം അറിയാം. ആപ്ലിക്കേഷൻ ഡേറ്റ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ എന്നാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്, ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കയറി നോക്കിയാൽ, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ssc.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു കാര്യം കാണാം. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം 2024 ടയർ 1 അതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നു. ഫസ്റ്റ് എക്സാമിൻ്റെ ടയർ 1 എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 11 മുതൽ ജൂലൈ 10 വരെയാണ്. ജൂൺ 11 മുതൽ ജൂലൈ 10 വരെയുള്ള സമയങ്ങളിലായിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ഇതിൻ്റെ പരീക്ഷ ടയർ 1 എക്സാം നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ എക്സാം. അപ്പോൾ ആദ്യമായിട്ട് ഫ്രഷ്ലി ഈ ഒരു എക്സാം ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാമിന് അപ്ലൈ ചെയ്യാം. സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി നിങ്ങൾക്ക് പരീക്ഷയും എഴുതാം. അപ്പോൾ അതൊരു ബിഗിനിങ് ആണ്, എക്സാമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് എന്ന് പറയാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റും എക്സാം ഡേറ്റും ഞാൻ പറഞ്ഞു. ഇനി എന്ത് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്? എങ്ങനെ അപ്ലൈ ചെയ്യാം? അപ്ലൈ ചെയ്യേണ്ടതിന് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളിപ്പോൾ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫയൽ ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനൊരു വെബ്സൈറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വെബ്സൈറ്റ് വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ലോഗിൻ ഉണ്ടാവും, യൂസർ നെയിം പാസ്വേഡും ഉണ്ടാവും. അത് വെച്ച് ലോഗിൻ ചെയ്തായിരിക്കും നിങ്ങൾ SSCയുടെ ഓരോ പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നു. ഓൺലൈൻ മോഡിൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഉള്ളത്. ഓഫ്ലൈൻ മോഡിൽ യാതൊരു തരത്തിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി എന്താ അറിയണ്ടേ? ഇനി ഏജ് ലിമിറ്റിന്റെ കാര്യമാണ്. ഏജ് ലിമിറ്റ്, എത്ര വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം? അപ്പോൾ ഈ ഒരു എക്സാമിന്റെ SSC CGLന്റെ എക്സാമിന്റെ ഏജ് ലിമിറ്റ് നമ്മൾ നോർമലി പറയുമ്പോൾ 30 ആണ്. 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 27 ലിമിറ്റുള്ള പോസ്റ്റുകളുണ്ട്, 27 ഏജ് ലിമിറ്റുള്ള പോസ്റ്റുകളുണ്ട്. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 32 ആണ്. JSO ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റിന് വരുന്ന ഏജ് ലിമിറ്റ് ആണ് 32. അപ്പോൾ കൂടുതൽ പോസ്റ്റുകൾക്കും 30 ആണ് ലിമിറ്റ് വരുന്നത്. ചില പോസ്റ്റുകൾക്ക്
27ആണ്. അപ്പോൾ പോസ്റ്റുകൾ ഡിഫറെൻറ്റ് പോസ്റ്റുകളുണ്ട്. ഗ്രൂപ്പ് ബിയിലെയും ഗ്രൂപ്പ് സിയിലെയും പോസ്റ്റുകളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഏജ് ലിമിറ്റ് പലതായിട്ട് പറയുന്നത്. അപ്പോൾ 32 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാമെങ്കിലും വളരെ കുറച്ച് പോസ്റ്റ് മാത്രമേ 32 വരെ ജനറൽ കാറ്റഗറിക്ക് ഏജ് ലിമിറ്റ് വരുന്നുള്ളൂ. കൂടുതൽ പോസ്റ്റുകളും 30 ആണ്, ചില പോസ്റ്റുകൾ 27 ആണ്. ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. നോർമലി ഉള്ളതുപോലെ തന്നെ SSC പരീക്ഷകൾക്ക് ഉള്ളതുപോലെ തന്നെ. ഇനി എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? എനി ഡിഗ്രി, ഏത് എങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ BTech ആവാം, അല്ലെങ്കിൽ BSc ആവാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അറിയേണ്ട കാര്യങ്ങൾ, സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? നിങ്ങൾ അപ്ലൈ ചെയ്തു, വൺസ് നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ അപ്ലൈ ചെയ്തു. എന്താണ് ഇതിന്റെ ബേസിക് സെലക്ഷൻ പ്രൊസീജിയർ? ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു ബിഗിനറെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്, CBT 1 എന്ന് പറയും. ഒരു പ്രിലിമിനറി പരീക്ഷയാണ്. അത് ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് CBT 2 ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ഉണ്ടാവും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രണ്ടാമത്തെ സ്റ്റേജ്, അല്ലെങ്കിൽ അതൊരു മെയിൻസ് എക്സാം എന്ന രീതിയിലൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം CBT 1 ഒന്നാമത്തെ സ്റ്റേജ് പരീക്ഷയും CBT 2 രണ്ടാമത്തെ സ്റ്റേജ് പരീക്ഷയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് പരീക്ഷയായ CBT 1 ക്വാളിഫൈ ആയി മിനിമം കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് CBT 2 എക്സാം എഴുതാം. അപ്പോൾ CBT 1 ജസ്റ്റ് ക്വാളിഫയർ ആണ്, അതിന്റെ മാർക്കിന് വേറെ വാല്യൂ ഒന്നുമില്ല. ഇനിയും CBT 2 എക്സാമിന് അതിന്റെ പാറ്റേൺ എന്താണെന്ന് നോക്കണം. അതിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ CBT 2ന്റെ മാർക്കിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ CBT 2 ആണ് രണ്ടാമത്തെ സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് ക്ലിയർ ചെയ്താൽ CBT 2 എക്സാം ഉണ്ട്. CBT 2 എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റുകളുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല പല പോസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോസ്റ്റുകൾ നിങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ CBT 2ന് ശേഷമായിരിക്കും. CBT 1 എക്സാം കഴിയുന്നവർക്ക് എല്ലാവർക്കും തന്നെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ CBT 2ന് ശേഷം നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരികയും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുകയും മെഡിക്കൽ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ജോലി എന്ന പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് പറഞ്ഞത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സ്റ്റേജ് 1 പരീക്ഷ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റേജ് 2 എക്സാം വരും. സ്റ്റേജ് 2 എക്സാമിൻ്റെ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് അതിൻ്റെ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസും കൊടുത്ത് ആ പോസ്റ്റ് പ്രിഫറൻസും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, മെഡിക്കൽ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ഇതാണ് ബേസിക് പ്രോസസ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, എത്ര മാർക്കാണ്, അല്ലെങ്കിൽ ഇതിന്റെ CBT 1ന്റെ പാറ്റേൺ എന്താണ്, CBT 2ന്റെ പാറ്റേൺ എന്താണ്? ഈ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. CBT 1ന്റെ അല്ലെങ്കിൽ ടയർ 1 എക്സാമിന്റെ പാറ്റേൺ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ടയർ 1 എക്സാം. ഈ ടയർ 1 എക്സാമിന് 4 സബ്ജക്റ്റുകളാണുള്ളത്. എല്ലാ SSC പരീക്ഷയും പോലെ 4 സബ്ജക്ട്സ്: ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണുള്ളത്. 4 ടോപ്പിക്സ്, 4 ടോപ്പിക്സ് ഉണ്ട്. ഓരോന്നിൽ നിന്നും 25 മാർക്ക്, 25 മാർക്കല്ല, 25 ക്വസ്റ്റ്യൻസ്, 25 × 4 100 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 ചോദ്യത്തിന് 200 മാർക്ക്. ഈ 200 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ, അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 1 ഹവറിൽ 25 മാർക്കിന്റെ 25 ക്വസ്റ്റ്യൻസിന്റെ 4 സെക്ഷൻസ്. മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. അങ്ങനെ 4 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ സ്റ്റേജ് 1ന്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സ്റ്റേജ് 1 100 ചോദ്യങ്ങൾ. ഇതിൽ നിങ്ങൾ മിനിമം ക്വാളിഫയിങ് മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 2ലേക്ക് പോകാം. ഈ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനിയും നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന പാർട്ട്, കോംപ്രിഹെൻഷൻ ആണെങ്കിൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നെഗറ്റീവ് മാർക്ക്, 2 മാർക്ക് പോസിറ്റീവ് കിട്ടുമ്പോൾ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 0.5 ആണ്, അര മാർക്കാണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റേജ് 1 അല്ലെങ്കിൽ ടയർ 1ന്റെ ഒരു കേസാണ്. 200 മാർക്കിലാണ് ടയർ 1 വരുന്നത്. ഇനി എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും സംശയം ഉണ്ടാവും, ടയർ 1 അപ്പം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എത്ര മാർക്ക് വരും? അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടയർ 1ന്റെ മാർക്ക് നമുക്ക് നോക്കിയാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഈ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കിയാൽ 150 ആയിരുന്നു, 150 ആയിരുന്നു ലാസ്റ്റ് ഇയർ കട്ട് ഓഫ്. കഴിഞ്ഞ വർഷം കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലായിരുന്നു,
കുറവായിരുന്നു, അല്ലെങ്കിൽ വേക്കൻസീസ് കുറവായിരുന്നു. അതുകൊണ്ടാണ് 150 കട്ട് ഓഫ് വന്നത്. അതിന് മുമ്പത്തെ സെക്ഷൻ നോക്കിയാൽ 114 അപ്രോക്സിമേറ്റ് 114 115 റേഞ്ച് ആയിരുന്നു ലാസ്റ്റ് ഇയറിന് മുമ്പത്തെ വർഷം ഉണ്ടായിരുന്ന കട്ട് ഓഫ്. 2022 കട്ട് ഓഫ് 114, 2023 കട്ട് ഓഫ് 150 ആയിരുന്നു, 150 ആയിരുന്നു. ഈ പറയുന്ന കട്ട് ഓഫ് വേരിയേഷൻ വരാനുള്ള കാരണം ഒന്ന് വേക്കൻസി ആയിരുന്നു. കാരണം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം വേക്കൻസീസ് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് കട്ട് ഓഫ് ഒരുപാട് കുറഞ്ഞത്. കഴിഞ്ഞ വർഷം അതേ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസീസിന്റെ നമ്പർ കുറവായിരുന്നു. അതുകൊണ്ടാണ് 150 റേഞ്ച് വന്നത്. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നമുക്ക് എത്ര കട്ട് ഓഫ് വരുമെന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ അത് വേക്കൻസീസ് ഫൈനലൈസ് ചെയ്ത് ഔട്ട് വരണം, കോമ്പറ്റീഷന്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് മാത്രമേ നമുക്ക് ഫൈനലായിട്ട് ഒരു കാര്യം പറയാൻ പറ്റൂ. എന്നിരുന്നാലും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 10,000+ വേക്കൻസീസ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പല സോഴ്സുകളിൽ നിന്നും RTI ഫയൽ ചെയ്ത പല സോഴ്സിൽ നിന്നും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഒരു 10,000+ വേക്കൻസീസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ പഠിച്ച് ഈ വർഷം തന്നെ ജോലി മേടിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ആണെന്നും കൂടി പറയാം. ഇനി ടയർ 1 എക്സാം നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടയർ 2 വരും, സ്റ്റേജ് 2 എക്സാം വരും. അപ്പോൾ സ്റ്റേജ് 2ന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ വർഷം മുതലാണ് 2022, 2023 വർഷങ്ങളിലാണ് ഈ പുതിയ പാറ്റേൺ വന്നത്. അതായത് സ്റ്റേജ് 2-ൽ പുതിയൊരു പാറ്റേൺ വന്നു. ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഴയ സ്ട്രാറ്റജിയിൽ പഠിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റാനുള്ള സമയമായി. കാരണം ടയർ 2 മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒരുപക്ഷെ പഴയ എക്സാം പാറ്റേണും ആ സ്ട്രാറ്റജിയും യൂസ് ചെയ്ത് മാത്സ്, റീസണിങ് സബ്ജക്റ്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റേണ്ട സമയമായി. അതുകൊണ്ട് നമുക്ക് സ്റ്റേജ് 2 എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റേജ് 2-നെ പറ്റി പറയുകയാണെങ്കിൽ അത് 3 സെക്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. അതിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എക്സാം തന്നെ ഒരൊറ്റ ദിവസം തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് സിലബസ് പറയുന്നത്. അതായത് ആ സെക്ഷൻ 1-ൽ 2 ടോപ്പിക്കുകൾ, മാത്സ്, റീസണിങ്. മാത്സിൽ നിന്ന് 30 ചോദ്യം, റീസണിങ്ങിൽ നിന്നും 30 ചോദ്യം. അങ്ങനെ സെക്ഷൻ 1-ൽ 60 ചോദ്യങ്ങൾ. സെക്ഷൻ 1-ൽ 60 ചോദ്യങ്ങൾ. ഈ 60 ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 60 ചോദ്യങ്ങൾക്ക് 1 മണിക്കൂറാണ് സെക്ഷൻ. ആ സെക്ഷന്റെ ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് കയറി ഉപയോഗിക്കാൻ പറ്റില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ മാത്സും റീസണിങ്ങും ചെയ്യാനുള്ള സമയം ക്ലോസ് ആവും. അതാണ് സെക്ഷൻ 1, സെക്ഷൻ 2 എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ 60 ചോദ്യങ്ങളാണ്. 3 മാർക്ക് ഒരു ചോദ്യത്തിന് ശരി ഉത്തരമുണ്ട്. അങ്ങനെ 180 മാർക്കാണ് സെക്ഷൻ 1-ൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതിന് 1 മണിക്കൂർ. ആ സെക്ഷൻ കഴിഞ്ഞാൽ ഉടനെ സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യും. ഒരേ ദിവസം തന്നെയാണ് ഈ എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 1 കഴിഞ്ഞാൽ തന്നെ രാവിലത്തെ ടൈമിലാണെങ്കിൽ രാവിലെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യും. സെക്ഷൻ 2-ൽ 2 ടോപ്പിക്കുകളുണ്ട്. ഇംഗ്ലീഷ് 45 ചോദ്യങ്ങളും GK 25 ചോദ്യങ്ങളും. ടോട്ടൽ 70 ചോദ്യങ്ങളാണ് സെക്കൻഡ് സെക്ഷനിലുള്ളത്. 70 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് 1 മണിക്കൂർ തന്നെയാണ് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക് ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്. അങ്ങനെ 70 × 3 210 മാർക്ക്. അപ്പോൾ സെക്ഷൻ 1-ൽ 180 മാർക്കും സെക്ഷൻ 2-ൽ 210 മാർക്കുമാണ്. ഈ 2 മാർക്കുകളാണ് നമ്മളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ഈ 2 സെക്ഷൻ കഴിഞ്ഞാൽ മൂന്നാമത്തെ സെക്ഷൻ, ഈ 2 സെക്ഷന്റെ ടൈമിങ് 1 അവർ വെച്ചിട്ടാണ്. 1 അവർ കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ തേർഡ് സെക്ഷനിലെ കമ്പ്യൂട്ടർ അവയർനെസ് എന്ന് പറയുന്ന പാർട്ടിന്റെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് കിടക്കും. അതും ഇതിന്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. 20 ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ളത്. 20 ചോദ്യങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാം. അത് 15 മിനിറ്റ് കൊണ്ടാണ് 20 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ. അപ്പോൾ ഇത്രയും നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആദ്യം പറഞ്ഞ 5 ടോപ്പിക്കുകളുടെയും ഈ 5 ടോപ്പിക്കുകൾ അടങ്ങുന്ന 2.25 മണിക്കൂറിന്റെ ഒരു സിംഗിൾ എക്സാം ത്രൂ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ എന്ന രീതിയിലായിരിക്കും 2.25 മണിക്കൂർ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 1 കഴിഞ്ഞു, സെക്ഷൻ 2 കഴിഞ്ഞു, സെക്ഷൻ 3 15 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ ടോട്ടൽ 2.25 മണിക്കൂറാണ് പരീക്ഷ. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഈ സെക്ഷൻ 1-ന്റെയും സെക്ഷൻ 2-ന്റെയും മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. മൂന്നാമത്തെ പാർട്ട് വരുന്ന കമ്പ്യൂട്ടറിന്റെ മാർക്ക് ക്വാളിഫയർ ആണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. മിനിമം മാർക്ക് മേടിച്ച് ക്വാളിഫൈ ചെയ്യേണ്ട സെക്ഷനാണ്. അത് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടില്ല എന്ന കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കണം. ഇത്രയും കാര്യങ്ങൾ രാവിലത്തെ സെക്ഷൻ എക്സാം കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർനൂൺ സെഷനിലാണ് എന്ത് വരുന്നത്? ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് പറയും. ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കില്ലുകൾ മനസ്സിലാക്കാനും നിങ്ങൾ ടൈപ്പിംഗ്
ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് നിങ്ങൾക്ക് 15 മിനിറ്റിലാണ് നടക്കുന്നത്. 15 മിനിറ്റിൽ 2000 കീ ഡിപ്രഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ടയർ 2-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ടയർ 2-ൽ വരുന്നത്. ഇതും ക്വാളിഫയർ ആണ്. അപ്പോൾ ലാസ്റ്റ് 2 സാധനങ്ങളും ക്വാളിഫയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ 4 ടോപ്പിക്കുകളെ ബേസ് ചെയ്തുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയി എന്ന് കരുതുന്നു. ഇതിൽ ആദ്യം തന്നെ പറയട്ടെ, കമ്പ്യൂട്ടറിന്റെ മാർക്കും അതുപോലെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും ഇത് പലപ്പോഴും എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാം, ഇത് മാർക്കിന് ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ എന്ന് കരുതി പലരും വിട്ടുകളയുന്നതാണ്. അങ്ങനെ ഈ ഒരു ടൈപ്പിംഗ് സ്കിൽ ഇല്ലാത്തത് കൊണ്ടും കമ്പ്യൂട്ടറിന്റെ മാർക്ക് ക്വാളിഫൈ ആവാത്തത് കൊണ്ടും എക്സാംസിൽ നിന്ന്, അതായത് എക്സാം കിട്ടാതെ പോയ കുറേ പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന്റെ കൂടെ തന്നെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കില്ലുകൾ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേർഡ് ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട്, അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ഉണ്ടാക്കേണ്ടത്, വേർഡ്സിന്റെ സ്കിൽ ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്ന വീഡിയോ നമ്മുടെ ദിശ അക്കാഡമിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അദ്വൈത് സാർ ചെയ്തൊരു വീഡിയോ ഉണ്ട്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാം, ഇതെല്ലാം ചെയ്ത വീഡിയോ ഉണ്ട്. നിങ്ങൾ വേറെ ഒരു സോഴ്സിലും പോകണ്ട. SSC CGL പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സോഴ്സ്, പഠിക്കാനുള്ള കംപ്ലീറ്റ് സോഴ്സ് ഞാൻ ഇവിടെ നിന്ന് തന്നെ തരും. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നൊരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡേറ്റ എൻട്രിയുടെ കാര്യത്തിന് വേണ്ടിയുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ടൈപ്പിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ ചെയ്യുക. ഇനി കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആൾക്കാർ ബാക്കി എല്ലാ സബ്ജക്ട്സും പഠിച്ചിട്ട്, എനിക്കറിയുന്ന ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 1-2 സ്റ്റുഡൻസ് പോലും കമ്പ്യൂട്ടർ എന്തോ ബാക്കി എല്ലാ എക്സാംസിനും പഠിച്ചെങ്കിലും കമ്പ്യൂട്ടറിന് വേണ്ട അത്ര ഒരു ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് അവരത് ഫെയിൽ ആയി പോയ അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. ക്വാളിഫയർ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ബാക്കി 4 സബ്ജക്റ്റുകളുമാണ് നമുക്ക് നമ്മുടെ എക്സാം പോയിന്റിൽ ടയർ 2-ന്റെ എക്സാമിന് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് പറയാം. ഇനി ഇതിന് ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നോക്കാം. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്ട്സ് ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സിലബസ് SSCയുടെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ, സിലബസ് കാണുമ്പോൾ ഇതിൽ എന്താ പഠിക്കേണ്ടത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ കുറച്ചുകൂടെ ഓർഡർലി അറേഞ്ച്ഡ് ആയിട്ട് ഞാൻ സിലബസ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാത്സിന്റെ സിലബസിൽ വരുന്ന നമ്പർ സിസ്റ്റം ഉണ്ടാവും, സിംപ്ലിഫിക്കേഷൻ, ടോപ്പിക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അതുപോലെ പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻസ്, ഇത് നിങ്ങൾക്ക് അറിയാം. മാത്സിന്റെ ഒരു എൻട്രി സബ്ജക്ട്സ് ആണ്, എൻട്രി ടോപ്പിക്സ് ആണ്. പെർസെൻറ്റേജിന്റെയും റേഷ്യോയുടെയും കൃത്യമായ ബേസിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പെർസെൻറ്റേജിന്റെ ബേസിക്സ് ക്ലിയർ ആയിട്ട് പഠിക്കണം. അതിനുശേഷം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ബേസിക്സ് പഠിക്കണം. പിന്നീട് വരുന്ന ടോപ്പിക്കുകൾ പലതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ ഏജ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആയിക്കോട്ടെ, പിന്നെ ആവറേജ്, LCM ഉണ്ട്, LCM HCF ഉണ്ട്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ പ്രോബ്ലം, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റം, മെൻസുറേഷൻ, ട്രിഗ്നോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ആൽജിബ്ര, ജോമെട്രി, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, പ്രോബബിലിറ്റി ആൻഡ് എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്. പലപ്പോഴും ഈ അവസാനത്തെ അഡ്വാൻസ്ഡ് ടോപ്പിക്സിലേക്ക് വരുമ്പം ആ പ്രോബബിലിറ്റിയും എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾ മിസ്സാക്കുന്നുണ്ടാവും. ഒരു കാരണവശാലും മിസ്സാക്കരുത്. നമ്മളുടെ CGL സിലബസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ്. ഇത് ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത സബ്ജക്റ്റ് ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് അനാലിസിസ്, അതായത് ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് ഓരോ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ മാത്സ് കഴിഞ്ഞു. ഇനി അടുത്ത സബ്ജക്റ്റ് റീസണിങ്ങിൻ്റെ സബ്ജക്ട്സ് ഏതാണെന്ന്, ടോപ്പിക്കുകൾ ഏതാണെന്ന് സംശയമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ടോപ്പിക്ക് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവർക്ക് ഇതിൻ്റെ PDF ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ ചാനലിൽ, ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കാം. അപ്പോൾ റീസണിങ് ടോപ്പിക്സ്, അനലോഗി, ക്ലാസിഫിക്കേഷൻ, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, റാങ്കിങ്, ഓർഡറിംഗ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സിലോജിസം, ക്ലോക്സ്, കലണ്ടേഴ്സ്, ഡൈസ് ആൻഡ് ക്യൂബ്സ്, വെൻ ഡയഗ്രംസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, പിന്നെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഫിഗർ, എംബഡഡ് ഫിഗേഴ്സ്, ഫിഗർ കൗണ്ടിങ് തുടങ്ങിയ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നതാണ് റീസണിങ്ങിന്റെ ബേസിക് ടോപ്പിക്കുകൾ. പിന്നീട് നമുക്ക് ഇംഗ്ലീഷ് വരാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം, ഇംഗ്ലീഷ് ആണെങ്കിൽ 2 ക്ലാസിഫൈ ചെയ്യാം. ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ സംബന്ധിച്ച് 2 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വൊക്കാബുലറി ബേസ്ഡ്, മറ്റൊന്ന് ഗ്രാമർ ബേസ്ഡ്. അപ്പോൾ എങ്ങനെ ഈ CGL എക്സാം 2024 CGL പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. മാത്സിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസോടെ കൂടി കരുതി പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷാണ്. കാരണം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഗ്രാമർ ബേസ്ഡ് ആയിട്ട് എറർ സ്പോട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, ക്ലോസ് ടെസ്റ്റ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പാരാ ജംബിൾസ് ഉണ്ടാവും. പിന്നീട് ഇത്രയും
ഗ്രാമർ ബേസ്ഡ് ആണ്. ബേസിക് ഗ്രാമർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകളിലൂടെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിന്റെ കൂടെ വരേണ്ട രണ്ടാമത്തെ കാര്യമാണ് ആന്റണിംസ്, സിനോണിംസ്, ഇഡിയംസ്, ഫ്രേസസ്, വേർഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ്. ഇതെല്ലാം നമ്മുടെ വൊക്കാബ്സ് ബേസ്ഡ് ആണ്, വൊക്കാബുലറി ബേസ്ഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ബേസിക് ടോപ്പിക്കുകളായിട്ട് ഇംഗ്ലീഷിൽ പറയാനുള്ളെങ്കിലും വളരെയധികം പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇംഗ്ലീഷ്. കാരണം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുകയും അല്ലെങ്കിൽ ഡെയിലി പേപ്പർ വായിക്കുകയും ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിക്കുകയും വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുകയും ന്യൂസ് പേപ്പർ വായിക്കുകയും ചെയ്യുന്നത് SSC CGL പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട എന്ന് SSC CGL എക്സാമിൻ്റെ ഏറ്റവും പുതിയ പാറ്റേൺ അനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ ജസ്റ്റ് കറണ്ട് അഫെയർ വായിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGLന്റെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വർഷത്തെ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ റെഗുലർ ആയിട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് ഈ പറയുന്ന കോംപ്രിഹെൻഷൻസും വേർഡ്സും കാര്യങ്ങളും അതുപോലെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വായിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളെ ഉറപ്പായിട്ടും പ്രത്യേകിച്ചും റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെയുള്ള ഭാഗങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഇംഗ്ലീഷ് വായിക്കുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ആ ഒരു ശീലം ഇല്ലാത്തവരാണെങ്കിൽ അത് ഉണ്ടാക്കുക. അത് നിങ്ങളെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനിയും GKയുടെ കാര്യം പറയട്ടെ. GK ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് മെയിൻ ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, സയൻസ്, എക്കണോമിക്സ് തുടങ്ങിയ ടോപ്പിക്കാണ്. ഇതിനകത്തും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന രണ്ട് ടോപ്പിക്കുകളാണ് കറണ്ട് അഫയേഴ്സ് ആൻഡ് സ്റ്റാറ്റിക് GK. ഒരു 10 മുതൽ 12, 13 ക്വസ്റ്റ്യൻസ് വരെ 10, 12 അല്ലെങ്കിൽ 10 to 12 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആൻഡ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരും. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനുശേഷം ഹിസ്റ്ററിയിൽ നിന്ന് അത്യാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ജോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആണ്, പൊളിറ്റി, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അടങ്ങുന്ന സയൻസ്, ലാസ്റ്റ് എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള ടോപ്പിക്കിൽ നിന്നാണ് GK സബ്ജക്ട്സ് വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾക്ക് നമ്മുടെ ഫാക്കൽറ്റീസ് ഓരോരുത്തരും അവൈലബിൾ ആക്കും. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള സിലബസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ SSCയുടെ CGL പരീക്ഷയെ സംബന്ധിച്ച് നമ്മുടെ ഒരു സിലബസ്. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് പരീക്ഷയ്ക്ക് വരുന്ന സിലബസ് എന്താണ്, എക്സാം പാറ്റേൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും സ്ട്രാറ്റജി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്ട്രാറ്റജി ഉണ്ടാക്കണം. അപ്പോൾ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് മറ്റാരെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതാണ് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിച്ച് ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ഏത് സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. വേർ യു സ്റ്റാൻഡ്, നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി തരാനല്ല പറയുന്നത്, നിങ്ങൾ എങ്ങനെ സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് വേർ യു സ്റ്റാൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകിൽ നിങ്ങൾ ഫ്രഷർ ആയിരിക്കാം, ആദ്യമായിട്ട് CGL എക്സാം എഴുതുന്നവരായിരിക്കാം, അല്ലെങ്കിൽ 1-2 വർഷം എഴുതി, ലാസ്റ്റ് വർഷം എഴുതി 1-2 വർഷം എഴുതി എക്സാം ചിലപ്പം പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്തില്ല, അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പല കണ്ടീഷനിൽ നിൽക്കുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് വേണം നിങ്ങൾ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വർഷത്തെ CGL എഴുതുമ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കുക. ബേസിക്സ്, എല്ലാ ടോപ്പിക്സിൻ്റെയും ബേസിക്സ് മനസ്സിലാക്കുക. അതിന് നിങ്ങൾ പൈസ മുടക്കി ഒരു കോച്ചിങ് സെൻറ്ററിലോ ഒരു ഓഫ്ലൈൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സോ നിങ്ങൾ വാങ്ങണമെന്ന് നിർബന്ധമില്ല. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഉൾപ്പെടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള വഴി ഉൾപ്പെടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 4 സബ്ജക്റ്റുകളുണ്ട്. ഇതിനകത്ത് പഴയ ഒരു പാറ്റേണിലാണെങ്കിൽ കൂടുതൽ ആൾക്കാരും മാത്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്, ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി കൊടുത്തിരുന്നത് മാത്സിനായിരിക്കും. അപ്പോൾ ഇപ്പോൾ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ പുതിയ പാറ്റേൺ അല്ലെങ്കിൽ ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് വരുന്നൊരു മാറ്റം വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫസ്റ്റ് പ്രയോറിറ്റി ഇംഗ്ലീഷിനാണ്. ഇംഗ്ലീഷിന് പണ്ടും പ്രയോറിറ്റി ഉണ്ട്, പക്ഷേ ഇപ്പോൾ എക്സ്ട്രാ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം ടയർ 1 ടയർ 2വിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. 45 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും മാത്രം 70 ചോദ്യങ്ങൾ, 210 മാർക്കാണ് ഈ 2 ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ടാക്കിൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ റീസണിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും അല്ലെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇനിഷ്യലി മുതൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് വൊക്കാബുലറി,
ഡെയിലി വൊക്കാബുലറി ആഡ് ചെയ്ത് തന്നെ പോവുക. ഇന്ന് മുതൽ ഡെയിലി വൊക്കാബുലറി ആഡ് ചെയ്ത് പോവുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. അത് രണ്ട് കാര്യങ്ങൾക്കാണ്. ജസ്റ്റ് നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, കോംപ്രിഹെൻഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ് വേണ്ടിയാണ് പറയുന്നത്. പിന്നീട് അവസാനം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ ഇംഗ്ലീഷ് വൊക്കാബുലറി റെഗുലർ ആയിട്ട് ഇന്ന് മുതൽ ഇംപ്രൂവ് ചെയ്ത് പോവുക. പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബുക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അറിയാം. മാത്രമല്ല, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള വീഡിയോയും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അദ്വൈത് സാർ ചെയ്തൊരു വീഡിയോ ഉണ്ട്. CGL പഠിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, അത് ഓരോ സബ്ജക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണെങ്കിൽ നിങ്ങൾ വൊക്കാബുലറി ഡെയിലി ഇംപ്രൂവ് ചെയ്യുക. അതിൻ്റെ കൂടെ ഡെയിലി ന്യൂസ് പേപ്പർ വാങ്ങുക. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക, ഓർഡർലി വായിക്കുക, വൊക്കാബ്സ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേർഡ്സ്, സെന്റൻസ് വായിച്ച് പെട്ടെന്ന് അത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് റെഗുലർ ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, പലരും നിങ്ങളോട് മാത്സിൻ്റെ കാര്യം മാത്രമായിരിക്കും പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇംഗ്ലീഷ് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇന്നു മുതൽ ഡെയിലി മിനിമം നമ്പേഴ്സ് ഓഫ് വേർഡ്സ് നിങ്ങൾ പഠിച്ച് വൊക്കാബ്സ് ഇംപ്രൂവ് ചെയ്ത് പോവുക. അതിൻ്റെ കൂടെ നിങ്ങൾ ജി കെ പാർട്ടിൽ കറണ്ട് അഫെയർ ആൻഡ് സ്റ്റാറ്റിക് GKക്ക് നല്ല രീതിയിൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. കറണ്ട് അഫെയർസും സ്റ്റാറ്റിക് GKയും ഇത് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ആൻഡ് സ്റ്റാറ്റിക് GKയും ഇംഗ്ലീഷ് വൊക്കാബുലറിയും പാരലി എല്ലാ ദിവസവും ഇംപ്രൂവ് ചെയ്തുകൊണ്ട്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ പറയാം. കാരണം നിങ്ങൾക്ക് അവസാന നിമിഷത്തിൽ ഒരു കാരണവശാലും ആ ഒരു വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനോ കറണ്ട് അഫയേഴ്സ് ഇംപ്രൂവ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര വായിച്ചാലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കില്ല. നിങ്ങൾ നേരത്തെ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു വന്നാൽ മാത്രമേ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബേസിക്സ് ഇല്ലാത്തവരാണെങ്കിൽ, ഫ്രഷർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ബേസിക് ഉണ്ടാക്കുക, ബേസിക്സ് ക്ലിയർ ആക്കുക, മാത്സിന്റെ ബേസിക്സ് ക്ലിയർ ആക്കുക. അതിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേറ്ററെ, മാത്സിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ പ്രത്യേകം പറയും, ദിശ അക്കാഡമിയുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ അദ്വൈത് സാറിന്റെ ക്ലാസ് ഇപ്പോൾ ഫോളോ ചെയ്യുക. CGL ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ അദ്വൈത് സാറിന്റെ ക്ലാസ് ഫോളോ ചെയ്യുക. സാറിന്റെ ക്ലാസ്സസ് മാത്രം ഫോളോ ചെയ്ത് നിങ്ങൾ ബേസിക്സ് ക്ലിയർ ആക്കുക. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം ബേസിക്സ് ക്ലിയർ ആക്കുക. എന്നിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. വേറെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട. അദ്വൈത് സാറിനെ ഫോളോ ചെയ്ത് നിങ്ങൾ മാത്സ് യൂട്യൂബ് ചാനലിലുള്ള ഫ്രീ ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് വെച്ചിട്ട് ബേസിക് ക്ലാസ്സസ് കാണുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യുക. ഇതാണ് മാത്സിനെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. ഇനി റീസണിങ്, ഒരുപാട് പേർക്ക് ചലഞ്ച് ഒന്നുമുള്ള കാര്യമല്ല. ചില ആൾക്കാർ റീസണിങ് വിട്ട് കളയും. പക്ഷേ എന്തിനാണ് റീസണിങ്ങിന്റെ ഇമ്പോർട്ടൻസും കൂടെ പറഞ്ഞുതരാം. സ്ട്രാറ്റജി പറയുന്നതിൻ്റെ കൂടെ പറയാണ്, റീസണിങ് എന്തിനാണ്. നിങ്ങൾ സപ്പോസ് എക്സാം എഴുതുമ്പോൾ ഇംഗ്ലീഷ്, നിങ്ങളൊരു ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും, ഈ രണ്ട് ടോപ്പിക്സും, ഈ രണ്ടും സ്റ്റേജ് 2ന്റെ കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് വരികയാണെങ്കിലും ഇത് രണ്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലോട്ട് വന്നു. റീസണിങ്ങിന്റെ ടൈം, റീസണിങ്ങിന് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, റീസണിങ് സമയം ലാഭിച്ച്, റീസണിങ്ങിന് മിനിമം ടൈമിൽ റീസണിങ് ചെയ്ത് ആ ടൈമും കൂടെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പറയുന്നത്. അപ്പം മിനിമം ടൈമിൽ റീസണിങ് ചെയ്തിട്ട് ബാക്കി ടൈമും കൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ റീസണിങ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ല എന്ത് സംഭവിക്കും, സമയം കൂടുതലെടുക്കും. മാത്സ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അത്രയും കൂടുതൽ ടൈം മാത്സിന് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അവിടുത്തെ മാർക്കും പോവും, ഇവിടുത്തെ മാർക്കും പോവും. സോ റീസണിങ് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം. റീസണിങ് എളുപ്പമാണെന്ന് കരുതി ആരും വിട്ട് കളയാൻ പറ്റുന്ന ടോപ്പിക് അല്ല. നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയാണ് റീസണിങ് ഇരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മാത്സിന്റെ ബേസിക്സ് ക്ലിയർ ആക്കുക. അത് ഒന്നാമത്തെ കാര്യം. ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ പാരലി പഠിക്കുക. വൊക്കാബുലറി, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് GK റെഗുലർ ഇംപ്രൂവ്മെന്റ് ആയിട്ട് പോവുക. ഓരോ ദിവസവും ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത്ര നമ്പർ ഓഫ് വൊക്കാബ്സ്, ഇത്ര നമ്പർ ഓഫ് കറണ്ട് അഫയേഴ്സ്, ഇത്ര സ്റ്റാറ്റിക് GK, ഇത് പഠിച്ച് തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബേസിക് സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാത്ത സ്ട്രാറ്റജി അല്ല. ഇനി നിങ്ങൾ ഒരുപാട് കുറച്ചൊക്കെ പഠിച്ച് റെഡി ആയവരാണെങ്കിൽ നിങ്ങൾ വൊക്കാബുലറി എപ്പോഴും ഇംപ്രൂവ് ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GKയും ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമാണ്. നിങ്ങൾ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ മാക്സിമം
ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റിലേ ചെയ്യുക. ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണും, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ യൂസ്ഫുൾ ആക്കി നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ. എങ്ങനെ പഠിക്കണം, ഹൗ ടു പ്രിപ്പയർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതാണ് ടോപ്പിക്സ്, ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞെങ്കിലും എങ്ങനെ പഠിക്കണം, ഫ്രീ ആയിട്ട് പഠിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ ബിഗിനറാണ്, ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്, CGL പഠിക്കാൻ താല്പര്യപ്പെടുകയാണ്, ഒരു കസ്റ്റംസ് ഇൻസ്പെക്ടർ ആവാൻ, കസ്റ്റംസ് ഓഫീസർ ആവാൻ, GST ഇൻസ്പെക്ടർ ആവാൻ, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പെയ്ഡ് കോഴ്സോ ഒരു ഓഫ്ലൈൻ കോഴ്സോ ഒന്നും പോകണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലുള്ള ഫ്രീ ക്ലാസ്സസ് ആണ്. ഫസ്റ്റ് നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കൂ. ഫ്രീ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്താൽ നിങ്ങൾക്ക് തന്നെ ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റുകൾ കാണാം. അദ്വൈത് സാർ തന്നെ എടുത്തിട്ടുള്ള SSC CGL 2023 ഇങ്ങനെ തമ്പനയിൽ കാണുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാം. അതുപോലെ തന്നെ അദ്വൈത് സാറിൻ്റെ അടുത്ത 2023 മാത്സിന്റെ ഫ്രീ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് CGL റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2024 CGL 2024 പ്ലേലിസ്റ്റ്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ ബേസിക്സ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നമ്പർ ഓഫ് വീഡിയോസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ആദ്യം ഒരു ബിഗിനർ ആണെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച് കുറച്ച് നാളായിട്ട് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റിയ പ്ലേലിസ്റ്റുകളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഇതിലെ ടോപ്പിക്കുകൾ കണ്ട് മാത്സിന്റെ ബേസിക്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ബേസിക് ഗ്രാമറുകൾ പഠിച്ച് ഗ്രാമർ ഉണ്ടാക്കുക. GK എല്ലാ സബ്ജക്ട്സിന്റെയും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ്, ഇപ്പം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സീരീസ് ഉണ്ട്. ഈ സീരീസിനകത്ത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ്, അതായത് പഠിച്ച് ഒരുവിധം സെറ്റ് ആയവർക്ക് തന്നെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സീരീസാണ് ഈ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ക്ലാസ്സസ് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ ഒരു പെയ്ഡ് കോഴ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഒരു ബിഗിനർ ആണെങ്കിൽ, പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നീട് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെയ്ഡ് കോഴ്സിലേക്ക് പോകാം. ദിശ അക്കാഡമിയുടെ തന്നെ പെയ്ഡ് കോഴ്സ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് പോകാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും നമ്പർ ഓഫ് ക്ലാസ്സസ് ഒക്കെ കണ്ട് ബേസിക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സിനെ റേ ചെയ്യാം, അല്ലെങ്കിൽ കുറേയും കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം, നിങ്ങൾക്ക് കൂടി ഇരുന്ന് പഠിക്കുന്നതാണ്, ഒരാളുടെ ഹെൽപ്പ്, ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയൊക്കെ പഠിക്കണം, കൂടുതൽ ഗൈഡൻസ് വേണം, കുറേയും കൂടെ സീരിയസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെൻറ്ററിൽ വന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ക്ലാസ്സസ് കാണാൻ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ദിശ അക്കാഡമിയുടെ തന്നെ അവൈലബിൾ ആണ്. ഈ പ്ലേലിസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ദിശ അക്കാഡമിയുടെ മെയിൻ പേജ് എടുത്തിട്ട് പ്ലേലിസ്റ്റുകളിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഫ്രീ ആയിട്ട് ക്ലാസ് കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പോൾ SSC CHSL 2024 എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഒരു ക്ലാസ് സീരീസ് എല്ലാ ദിവസവും 9 മണിക്ക് പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. കാരണം CHSL വേണ്ട കണ്ടന്റ് അതുപോലെ തന്നെ CGL ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കുറേയും കൂടെ എങ്ങനെയാണ് ഒരു പ്രോ ലെവലിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലാസ് CHSL ക്ലാസ് കാണാൻ നോക്കുക. CGL 2024, 23, 22 ഇങ്ങനെയുള്ള പ്ലേലിസ്റ്റ് ഒക്കെ കണ്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഒരിക്കൽ കൂടി പറയട്ടെ, അങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കോഴ്സ് എടുക്കണം, ഇതിന്റെ കോഴ്സ് വേണം, കംപ്ലീറ്റ് ആയിട്ടുള്ള പെയ്ഡ് കോഴ്സ് വേണമെങ്കിൽ ദിശ അക്കാഡമിയുടെ ദിശ ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. ആ ഒരു കോഴ്സ് എടുക്കുമ്പോൾ തന്നെ CGL കോഴ്സ് നിങ്ങൾ വാങ്ങുമ്പോൾ CGL കോഴ്സ് മാത്രമല്ല SSC ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ SSCയുടെ എല്ലാ ബേസിക്സും കവർ ചെയ്യുന്ന ഒരു കോഴ്സും കൂടി നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡീറ്റെയിൽസോ അറിയണമെങ്കിൽ 8075753676 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.